സൺഡേ സലാമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഈ കഴിഞ്ഞ ദിവസം ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഭാഗമായി ഉക്രൈനിൽ തടവുകാരാക്കപ്പെട്ട പട്ടാളക്കാരുടെ കൂട്ടത്തിൽ 2 ചൈനക്കാരെ ഉക്രൈന് പിടികിട്ടി. ഉക്രൈനെ സംബന്ധിച്ച് ഒരു പ്രൈസ് കാച്ചാണ്. ഉക്രൈൻ്റെ ഭൂമിയിൽ വെച്ച് തന്നെയാണ് റഷ്യ ഉക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമിയിൽ ഉക്രൈൻ്റെ മിസൈൽ വീണ് പരിക്കേറ്റ ഭടന്മാരെ റിക്കവർ ചെയ്ത കൂട്ടത്തിൽ, മരിച്ചവരും പരിക്കേറ്റവരുമായിട്ടുള്ള ഭടന്മാരെ റിക്കവർ ചെയ്ത കൂട്ടത്തിൽ ജീവനുള്ള 2 ചൈനീസ് ആളുകളെ ഉക്രൈൻ പട്ടാളത്തിന് പിടികിട്ടുകയുണ്ടായി. കുറേ കാലമായി ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ആരോപിക്കുന്ന ഒരു സംഗതിയാണ് ചൈന ഈ യുദ്ധത്തിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളത്. ചൈന ആക്റ്റീവായി യുദ്ധത്തിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളത്. നോർത്ത് കൊറിയൻ പട്ടാളക്കാർ 10,000, 15,000, 20,000 പേര് ചൈനയുടെ കൂടെ കൂടി റഷ്യയുടെ കൂടെ കൂടി യുക്രൈനുമായി യുദ്ധം ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. റഷ്യയെ സംബന്ധിച്ചുള്ള വലിയ പ്രശ്നം മാൻ പവറിൽ വലിയ ഷോർട്ടേജ് ഉണ്ട്. അവർക്ക് മാൻ പവർ ഷോർട്ടേജ് എന്ന് പറയുന്നത് ഇന്ന് മിക്കവാറും എല്ലാ പട്ടാളങ്ങളും നേരിടുന്ന വിഷയമാണ്. കാരണം ജനനനിരക്കിലെ വല്ലാത്ത കുറവ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുവാക്കളുടെ എണ്ണത്തിൽ വലിയ എണ്ണക്കുറവ് എല്ലാ രാജ്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അത് പട്ടാളത്തെ ബാധിക്കാത്ത ചുരുക്കം രാജ്യങ്ങളുള്ളത് ചൈന, ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ മാത്രമാണ് ഇത് പട്ടാളത്തെ ബാധിക്കാത്തത്. പിന്നീട് ഇസ്ലാമിക രാജ്യങ്ങളിൽ ജനന നിയന്ത്രണം ഒരു തരത്തിലും ഏർപ്പെടുത്താത്ത ഇറാൻ പോലുള്ള രാജ്യങ്ങളിലും ചെറുപ്പക്കാർക്ക് ക്ഷാമമില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെറുപ്പക്കാർക്ക് പട്ടാളത്തിൽ ഇൻസ്ക്രിപ്ഷൻ നടത്തുവാനുള്ള ചെറുപ്പക്കാരുടെ കാര്യത്തിൽ വലിയ ക്ഷാമമുണ്ട്. റഷ്യ ഇക്കാര്യത്തിൽ വലിയ ക്ഷാമം നേരിടുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഉക്രൈനിലെ ഭൂമി കൈയടക്കുക എന്നുള്ള യുദ്ധമാണ് ഉക്രൈനിൽ സംഭവിക്കുന്നത്. ഉക്രൈനിലെ ഭൂമി പിടിച്ചെടുക്കുക എന്നുള്ളതാണ് റഷ്യയുടെ ആവശ്യമായിട്ടുള്ളത്. ഭൂമി പിടിച്ചെടുക്കണമെങ്കിൽ കാലാൾപ്പട ഇല്ലാതെ കാര്യം നടക്കില്ല. അതുകൊണ്ടാണ് റഷ്യക്ക് വലിയ ആൾനാശം, 5 മുതൽ 7 ലക്ഷം വരെ പട്ടാളക്കാരെ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പം അത്രയധികം യുവാക്കളുടെ ഒരു രാജ്യത്തിൽ നിന്ന് ഇക്കാലത്ത് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കാരണം റീപ്ലേസ് ചെയ്യുക യുവാക്കളില്ല. അപ്പം അതുകൊണ്ടാണ് നോർത്ത് കൊറിയയുടെ സഹായം തേടിയതും. നോർത്ത് കൊറിയ എന്ന് പറയുന്ന ഒരു രാജ്യം ലോകത്തിൽ അഡ്രസ് ഇല്ലാത്തൊരു രാജ്യമാണത്. അവിടെ ഒരു പ്രസിഡന്റ് പന്നിക്കൂട് പോലെ ഒരു കൂട് കെട്ടിയിട്ട് മനുഷ്യരെ വളർത്തുന്ന സ്ഥലമാണ്. അവിടുത്തെ മനുഷ്യർക്ക് യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളുമില്ല. ശ്വാസം കഴിക്കണേ പോലും പ്രസിഡന്റിനോട് ചോദിക്കണം. അങ്ങനെ ഒരു രാജ്യത്ത് നിന്ന് മരിക്കാനായി അയക്കപ്പെട്ട കുറേ ആളുകൾ സെലൻസ്കിയുടെ കയ്യിൽ വന്ന് പെടുകയും അവർ കുറേ പേര് കൊല്ലപ്പെടുകയും ചെയ്യും. ഈ കഥയൊക്കെ ലോകത്തിലുള്ളതാണ്. പക്ഷെ അന്ന് മുതൽ സെലൻസ്കി ആരോപിക്കുന്നതാണ് ഇവിടെ നോർത്ത് കൊറിയയിൽ നിന്ന് പട്ടാളക്കാർ മാത്രമല്ല ചൈനീസ് പട്ടാളക്കാരും ഇതിനകത്തുണ്ട് എന്ന് ഇദ്ദേഹം ആരോപിക്കുകയാണ്. ഇപ്പം ഇദ്ദേഹം 2 പേരെ ജീവനോടെ പിടിച്ചപ്പോൾ അതിന് തെളിവായി. അപ്പം ആ തെളിവ് പക്ഷേ നമുക്ക് കോമൺ ആയിട്ട് ചിന്തിക്കാം, ചൈന ഇതിലേക്ക് അവരുടെ പട്ടാളക്കാരെ ഒഫീഷ്യൽ മിലിറ്ററി അയച്ചു കൊടുക്കാനുള്ള യാതൊരു സാധ്യതയും ഇന്നത്തെ നിലയിലില്ല. കാരണം റഷ്യ എന്ന് പറയുന്നത് ചൈനയെ സംബന്ധിച്ചൊരു ലോവർ പാർട്ട്ണറാണ്. ഒരു ലോവർ പാർട്ട്ണറിലേക്ക് തങ്ങളുടെ ഒഫീഷ്യൽ മിലിറ്ററിയിൽ നിന്നുള്ള ആളുകളെ അയക്കുക എന്ന് പറയുന്നത്, യുദ്ധമുഖത്തേക്ക് അയക്കുക എന്ന് പറയുന്നത് സാധാരണ ഇതിൽ സംഭവിക്കാൻ സാധ്യതയില്ല. കാരണം ഒരു രാജ്യത്തിൻ്റെ അഭിമാനമാണ് അവിടുത്തെ പട്ടാളം എന്ന് പറയുന്നത്. അപ്പോൾ ആ പട്ടാളത്തെ കൂലിക്ക് അയക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വളരെ തരംതാണ ഒരു പരിപാടിയാണ്. അപ്പം അത്തരം ഒരു തരംതാണ പരിപാടിയിലേക്ക് ചൈന പോയിരിക്കാൻ സാധ്യത കുറവാണെന്നാണ് എൻ്റെ വിചാരം. ഇത് ചൈനയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട് തൊഴിൽ തേടി അവിടെ എത്തിയവര് പട്ടാളത്തിലെത്തിയതാവാനാണ് സാധ്യത കൂടുതലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ ഇന്ത്യക്കാരും ഇതുപോലെ തന്നെ റഷ്യൻ പട്ടാളത്തിന്റെ പിടിയിൽപ്പെട്ടിരുന്നു. അവിടെ യുദ്ധം ചെയ്യാൻ ആൾക്കാരില്ല. ഇവിടെ നിന്ന് തൊഴിൽ അന്വേഷിച്ച് റഷ്യയിലെത്തിയ ആളുകളെ അവിടെ ബലമായി പിടിച്ചുകൊണ്ട് പട്ടാളത്തിൽ ചേർത്ത കാര്യം നമുക്കറിയാം. അങ്ങനെയുള്ള ചിലർ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതുപോലെ സംഭവിച്ചിരിക്കാനാണ് സാധ്യത. എങ്കിൽ പോലും ചൈനയുടെ ഇൻവോൾവ്മെന്റ് എന്നുള്ളത് വലിയ ന്യൂസ് ആയിട്ട് ഇനി ഇതെല്ലാം ചൈനയുടെ ഒഫീഷ്യൽ പട്ടാളമാണ് ചൈനയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. കാരണം യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും അടക്കമുള്ള മുഴുവൻ രാജ്യങ്ങളും ചൈനയ്ക്കെതിരെ വലിയ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തും ഇത് ചൈനയുടെ ഒഫീഷ്യൽ മിലിറ്ററി എങ്ങനെയാണെങ്കിൽ. അപ്പം അത് ഒരു പ്രധാനപ്പെട്ട വാർത്താശകലം. അപ്പം ഇതുമായിട്ട് നമ്മൾ ചേർത്ത് ചിന്തിക്കുമ്പോൾ ആദ്യം മുതലേ സെലൻസ്കി ചൈനയുടെ ഈ യുദ്ധത്തിനകത്തുള്ള ആക്റ്റീവ് പാർട്ടിസിപ്പേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഏതെങ്കിലും തരത്തിലൊക്കെ ചൈന ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഏറ്റവും ചുരുങ്ങിയ ആയുധങ്ങൾ കൊടുത്തെങ്കിലും ചൈന റഷ്യയെ സഹായിക്കുന്നുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ചൈനീസ് ആയുധങ്ങൾ കണ്ടെടുത്തതായും സെലൻസ്കി നേരത്തെ പറയുന്നുണ്ടായിരുന്നു. ഈ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം അത് യൂറോപ്പിൻ്റെയും റഷ്യയുടെയും ഇടയിൽ നിലകൊള്ളുന്ന രാജ്യമാണ്. അപ്പോൾ ഉക്രൈൻ പിടിച്ചെടുത്താൽ ഉക്രൈൻ കയ്യിലിരിക്കുന്ന ആർക്കും നേട്ടമാണ്. എന്നാൽ യൂറോപ്പിനെ സംബന്ധിച്ച് നാറ്റോയിൽ ചേർന്ന് കഴിഞ്ഞാൽ നാറ്റോയ്ക്ക് റഷ്യയിലേക്കുള്ള പ്രവേശന കവാടമാണ്. അതാണ് റഷ്യയുടെ ഭയം. നേരെ മറിച്ച് റഷ്യയുടെ കയ്യിലാണ് ഉക്രൈനെങ്കിൽ ഉക്രൈനെ സംബന്ധിച്ച് യൂറോപ്പിലേക്കുള്ള പ്രവേശന കവാടമായി, റഷ്യയ്ക്ക് ഉക്രൈനിലൂടെ യൂറോപ്പിലേക്കുള്ള പ്രവേശന കവാടമായി അത് വർക്ക് ചെയ്യും. അപ്പോൾ 2 പേരെ സംബന്ധിച്ച് ഗേറ്റാണ്. അത് കയ്യിലിരിക്കണം എന്നുള്ളത് 2 പേരുടെയും താല്പര്യമാണ്. റഷ്യയെ സംബന്ധിച്ച് അവർ റഷ്യയുടെ കൂടെ നിൽക്കണം എന്നുള്ളത് റഷ്യയുടെ താല്പര്യമാണ്. നാറ്റോയെ സംബന്ധിച്ച് നാറ്റോയുടെ കൂടെ നിൽക്കണം എന്നുള്ളത് നാറ്റോയുടെ താല്പര്യമാണ്. അപ്പോൾ ഈ താല്പര്യങ്ങളുടെ പേരിലാണ് അവിടെ നടക്കുന്ന യുദ്ധം.
അപ്പം അതിൽ ചൈന പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞാൽ യൂറോപ്പിൻ്റെ മേലെ ചൈനയ്ക്കുള്ള കണ്ണാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പം ഈ ഒരു സംഗതി പുറത്തു വരുമ്പോഴാണ് നമ്മളിപ്പോൾ ഈ ഇസ്രായേലിൽ നടക്കുന്ന വിഷയങ്ങൾ, ഇറാനുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ചേർത്ത് വായിക്കേണ്ടത്. ഇറാനെ പോലത്തെ ഒരു നത്തോലിയെ കൊല്ലാൻ 7 B-2 ബോംബേഴ്സൊക്കെ ഡിഗോ ഗാർസിയയിലേക്ക് അമേരിക്ക ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമായി മുമ്പിൽ നിൽക്കുകയാണ്. ഇറാനെ തകർക്കാൻ ഇസ്രായേൽ ധാരാളം മതി എന്നുള്ളത് ഇത്തരം ഫീൽഡുകൾ ഫോളോ ചെയ്യുന്ന ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഖമനയുടെ അടുക്കളയിൽ പോലും മൊസാദിന്റെ ചാരന്മാരുണ്ടാകും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇവന്റെ എല്ലാ ന്യൂക്ലിയർ സെന്ററുകളിലും ഇസ്രായേലിന്റെ മൊസാദ് ചാരന്മാർ ഉറപ്പായിട്ടും ഉണ്ടാകും. അതിനകത്തൊക്കെ നിശ്ചയമായും മെസ്സേജസ് പുറത്തേക്ക് അയക്കാൻ കഴിയുന്ന ടൂളുകൾ അവർ സ്ഥാപിച്ചിട്ടും ഉണ്ടാകും. അതുകൊണ്ട് ഗൈഡഡ് മിസൈൽസ് ഉപയോഗിച്ച് ഇസ്രായേലിന് ഇവരുടെ എല്ലാ ന്യൂക്ലിയർ സെന്ററുകളെയും നശിപ്പിക്കാൻ സാധിക്കും. അന്ന് അവർ ഇറാനിൽ കയറി ബോംബ് ചെയ്ത സമയത്ത്, 4 മാസം മുൻപ് ഇറാനിൽ കയറി ബോംബ് ചെയ്ത സമയത്ത് അവരെല്ലാ ന്യൂക്ലിയർ സെന്റേഴ്സും നശിപ്പിക്കാനുള്ള സർവ്വ തയ്യാറെടുപ്പോടും കൂടി തന്നെയാണ് അവരത് തുടങ്ങി വെച്ചത്. പക്ഷെ അമേരിക്കയുടെ ശക്തമായ വാണിംഗ്, ജോ ബൈഡന്റെ ശക്തമായ വാണിങ്ങിനെ തുടർന്ന് മാത്രമാണ് അന്ന് ന്യൂക്ലിയർ സെന്ററുകൾ നശിപ്പിക്കാതെ ഇസ്രായേൽ അവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാന്റെ ന്യൂക്ലിയർ സെന്ററുകൾ നശിപ്പിക്കാൻ അമേരിക്കയുടെയോ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെയോ യാതൊരു ആവശ്യമില്ല. അവർക്ക് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റും. പിന്നെ എന്തിനാണ് അമേരിക്ക ഇത്രയും വലിയൊരു വാർ പ്രിപ്പയർഡ്നെസ് ഈ റീജിയനിൽ നടത്തിയത് എന്നുള്ളത് വലിയൊരു ചോദ്യമായി ഉദിക്കുന്നുണ്ട്. അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് മുതൽ തന്നെ ട്രംപ് വളരെ വ്യക്തമായി പറയുന്ന കാര്യമാണ്, അമേരിക്കയുടെ ലോകത്തിലെ ഒരേ ഒരു ശത്രു എന്ന് പറയുന്നത് ചൈനയാണ്. റഷ്യയൊന്നും ഇന്നൊരു ശത്രുവായിട്ട് എണ്ണം മാത്രമല്ല, റഷ്യയൊക്കെ മെലിഞ്ഞ് പിന്നെ എന്താ പറയുക, തൊഴുത്തിലോ അല്ലെങ്കിൽ തൊഴുത്തിന് പുറത്തോ കൊണ്ടേ കെട്ടേണ്ട അവസ്ഥയിലായിപ്പോയി. അതുകൊണ്ട് റഷ്യ എന്ന് പറയുന്നത് ഇന്ന് അമേരിക്കയുടെ നേരെ നോക്കാൻ ശേഷിയുള്ള രാജ്യമല്ല. നേരെ മറിച്ച് ചൈന അങ്ങനെയല്ല. ചൈന വളരെ വലിയ തോതിൽ വളർന്നു വരികയും അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ലോകത്തിൽ ആർക്കും മനസ്സിലാവാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഉക്രൈനിലൂടെ അവർ യൂറോപ്പിലേക്ക് ഒരു പ്രവേശന കവാടം തുറക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തെളിയിക്കപ്പെടുകയാണെങ്കിൽ നിശ്ചയമായും അത് ചൈനയുടെ അൾട്ടീരിയർ മോട്ടീവ്സിനെയാണ് കാണിക്കുന്നത്. അതായത് അമേരിക്കയുടെ മേലെ, നാറ്റോ അതിൽ അമേരിക്കയും അംഗമാണ്. യൂറോപ്പ് എന്ന് പറയുന്നത് ഈ വെസ്റ്റേൺ ചേരിയുടെ വലിയൊരു ശക്തിയാണ്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഇൻഡിവിജ്വലി അത്ര വലിയ മിലിറ്ററി പവർ, ഫ്രാൻസ് ഒക്കെ വലിയ മിലിറ്ററി പവർ തന്നെയാണ്. അത്ര വലിയ മിലിറ്ററി പവർ അല്ലെങ്കിൽ നാറ്റോ എന്ന് പറയുന്നത് ചെറിയൊരു സാധനമല്ല. അത് ലോകത്തിലെ ഒരു സൂപ്പർ പവറാണ് നാറ്റോ എന്ന് പറയുന്നത്. കാരണം കുറേ രാജ്യങ്ങൾ ചേർന്ന അവർ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഏത് രാജ്യത്തിനാണ് ഏത് വിങ്ങിനാണ് ശക്തി കൂടുതൽ വേണ്ടത്, നാറ്റോ എന്നുള്ള ഒരു സിംഗിൾ മിലിറ്ററി യൂണിറ്റായി പ്രവർത്തിക്കത്തക്ക രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ ആ സംവിധാനം ആസച്ച് ഒരു വലിയ വേൾഡ് പവറാണ്. അപ്പോൾ ആ വേൾഡ് പവറിനകത്തേക്ക് നുഴഞ്ഞു കയറാൻ ചൈന ശ്രമിക്കുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷൻ അമേരിക്കയ്ക്ക് കിട്ടിയത് കൊണ്ടാവണം അമേരിക്ക എന്നും പത്രത്താളുകളിൽ, വാർത്താമാധ്യമങ്ങളിൽ വിവിധ വാർത്തകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയും അതിൻ്റെ മറവിലൂടെ ഈ ഏരിയ, ഇന്ത്യൻ ഓഷ്യനിൽ മുഴുവൻ അവർ വലിയ തരത്തിലുള്ള സൈനിക ഡിപ്ലോയ്മെന്റ് നടത്തുകയും ചെയ്തിട്ടുള്ളത് എന്ന് വേണം വിചാരിക്കാൻ. കാരണം ട്രംപ് അധികാരമേറ്റ നിമിഷം മുതൽ ലോകമാധ്യമങ്ങളുടെ തലക്കെട്ട് എന്നും അമേരിക്കയാണ്. അപ്പോൾ അമേരിക്ക ആദ്യം വന്നത് അദ്ദേഹം റിവേർ ഓഫ് ദി മിഡിൽ ഈസ്റ്റ് ആക്കും പാലസ്തീനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി ആദ്യം ഒരു വിവാദ പ്രസ്താവന ഇറക്കിയത്. കുറേ നാൾ മാധ്യമങ്ങളും മറ്റു രാജ്യങ്ങളൊക്കെ അതിൻ്റെ പുറകെ നടന്നു, കുറേ ഒച്ചപ്പാടുണ്ടാക്കി. അത് കഴിഞ്ഞ് പതുക്കെ ശബ്ദം ഇറങ്ങിയപ്പോഴത്തേക്ക് സെലൻസ്കി ആയിട്ടുള്ള മീറ്റിംഗ് വന്നു. സെലൻസ്കി ആയിട്ട് പുള്ളി വൈറ്റ് ഹൗസിന് മുറ്റത്ത് വെച്ച് മീറ്റിംഗ് നടത്തി, നാട്ടുകാരെ മുഴുവൻ കാണിച്ചുകൊണ്ട് മീറ്റിംഗ് നടത്തി. അത് വലിയ വിവാദമായി. കുറേ നാളത്തേക്ക് ആൾക്കാർ അതും പൊക്കി പിടിച്ചാണ്. അത് കഴിഞ്ഞ് എക്സ്പോർട്ട് ഇമ്പോർട്ട് താരിഫ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ബഹളം ഉണ്ടാക്കി. ലോകം മുഴുവൻ അതിൻ്റെ പുറകെ നടന്നു. ലോകം മുഴുവൻ തലകുത്തി പറഞ്ഞു, മേലോട്ട് നിന്നു, എഴുന്നേറ്റ് നിന്നു, ജിംനേഷ്യത്തിൽ പോയി എന്നൊക്കെ പറഞ്ഞ് വാർത്തയായിരുന്നു. ഇന്നലെ പറഞ്ഞു ഇതൊന്നുമില്ല, ചൈനയ്ക്ക് മാത്രം ബാധകമുള്ളൂ, വേറെ ആർക്കൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന വാർത്തകളാണ്, വേറെന്തോ ഇതിന് പുറകിലൂടെ ചെയ്യാനുണ്ട്, മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന വാർത്തകളാണ് എന്നുള്ളത് ഉറപ്പാണ്. അതിനുശേഷമാണ് വാണിംഗ് ടു ഇറാൻ വരുന്നത്. ഇറാനെ ബോംബ് ചെയ്ത് നശിപ്പിച്ച് കളയും, ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് നെഗോഷിയേഷൻ ടേബിളിൽ വന്നിരിക്കുക. അമേരിക്ക അങ്ങനെയൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. വാട ഇവിടെ എന്ന് പറഞ്ഞാൽ ഇറാൻ വരും, അത്രയ്ക്ക് ഇറാനുള്ളൂ. അപ്പോൾ അല്ലാണ്ട് ബോംബ് ചെയ്ത് അങ്ങ് തീർക്കും, നിന്നെ ചുട്ടുകളയുമെന്നൊന്നും പറഞ്ഞ് പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇറാൻ അറിയാം ഇറാൻ അവിടെ കിടക്കുന്നു, അമേരിക്ക അവിടെ കിടക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ തുടാപ്പികൾക്ക് അറിയത്തില്ലെങ്കിലും ഇറാനും വളരെ കൃത്യമായിട്ട് അറിയാം. വാട ഇവിടെ എന്ന് പറഞ്ഞാൽ വാലും ചുരുട്ടി അവിടെ മുറ്റത്ത് പോയിരിക്കുന്നുള്ളതും എല്ലാവർക്കും അറിയാം. കാരണം ഇസ്രായേൽ എന്ന് അവൻ്റെ തലയ്ക്കൊണ്ട് ചാമ്പ് എന്നുള്ളത് അവനിങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അവൻ്റെ എല്ലാ കൈകളും ഒരു വെട്ടിക്കളഞ്ഞു, ഏത് നിമിഷവും തട്ടിയേക്കും. അപ്പോൾ ഇറാനെതിരെ ഇത്രയും വലിയൊരു വാർ പ്രിപ്പയർഡ്നെസ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ വാർ പ്രിപ്പയർഡ്നെസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് വാസ്തവത്തിൽ ഇത് ഇറാനെതിരെ അല്ല എന്ന് തന്നെ വേണം നമ്മൾ ചിന്തിക്കാൻ. കാരണം താരിഫ് യുദ്ധത്തിൽ ഏറ്റവും അവസാനം അവശേഷിക്കുന്ന താരിഫ് ചൈനയുമായിട്ടുള്ളത് മാത്രമാണ്. അപ്പോൾ ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ടിന് വലിയ താരിഫ് അമേരിക്ക ചുമത്തി, പകരം അതിൻ്റെ കഴിഞ്ഞ് വലിയൊരു താരിഫ് ചൈന ചുമത്തി. താരിഫ് ചുമത്തിയാൽ അമേരിക്ക ഒരു ചുക്കും വരാനില്ല. കാരണം അമേരിക്ക നമ്മുടെ കാര്യമായിട്ടൊന്നും ഇറക്കുമതി ചെയ്യുന്നില്ല. ചൈന എല്ലാവർക്കും സാധനങ്ങൾ കൊടുത്ത് ജീവിക്കുന്ന ഒരു രാജ്യമാണ്, ആരോട് വാങ്ങിയിട്ട് ജീവിക്കുന്ന രാജ്യമല്ല. അമേരിക്കയൊക്കെ വാങ്ങി ജീവിക്കുന്ന രാജ്യമാണ്.
അപ്പം യൂറോപ്പും ഒക്കെ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരു ഇക്കണോമിക് സാങ്ഷൻ ചൈനയുടെ നേരെ ഏർപ്പെടുത്തിയാൽ ചൈന അക്ഷരാർത്ഥത്തിൽ ശ്വാസം മുട്ടും. കാരണം അവിടെ നിന്ന് സാധനങ്ങൾ വിറ്റിട്ടാണ് അവർ ജീവിക്കുന്നത്. ഒരു മാനുഫാക്ചറിങ് ഹബ്ബാണ്. അപ്പോൾ അവിടെ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്ന ഗുഡ്സ് അവർക്ക് വിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ ഒരു എക്സ്പ്ലോസീവ് സിറ്റുവേഷൻ ഉണ്ടാകും. ആ എക്സ്പ്ലോസീവ് സിറ്റുവേഷനിൽ ചൈന സൈനികമായി പ്രതികരിക്കാനുള്ള സാധ്യത വളരെയേറെയുണ്ട്. അങ്ങനെ പ്രതികരിക്കാതിരിക്കാൻ വേണ്ടിയാവണം അമേരിക്ക ഇത്രയും വലിയ ഒരു സൈനിക സന്നാഹം ഇന്ത്യൻ ഓഷ്യനിൽ ഒരുക്കിയത് എന്ന് വേണം നമ്മളിതിന് പിന്നിലൂടെ വായിച്ചെത്തുമ്പോൾ മനസ്സിലാക്കാൻ. ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റിനെ ആദ്യം വിസിറ്റ് ചെയ്തത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവാണ്. രണ്ടാമത് വിസിറ്റ് ചെയ്തത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ചൈനയുമായിട്ടുള്ള ഏത് വിഷയത്തിലും അമേരിക്കയുടെ താക്കോൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മോഡിയുടെ അമേരിക്കൻ സന്ദർശനം ചൈനയുമായുള്ള വിഷയങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു പൂർണ്ണ ചിത്രം ലഭിക്കുന്നതാണ്.